നമുക്കെന്താ പണി ആ രാഗത്തിന് പേരാണ് കേട്ടാലോടി തോടി കയറ്റിയാണ്. ഒരു കുട്ടികളെ കാണാനില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല ചെല്ലാട്ടോ. അത് പറിച്ചു കാര്യമില്ല. നിന്റെ മൂത്തെന്താ പൊട്ട പൊളിച്ചിക്കൊണ്ട് വിട്. പൊക്കളെ പിടിച്ചു വിട്. കണ്ണടയോ വീട്ടിൽ പോയിട്ട് ക്ലാസ് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. കാശ് കിട്ടില്ല. അപ്പഴത്തിന് വഴി കള്ളും ചാടയും പിന്നെ കണ്ണി കണ്ണ വേറെ ആർക്കും ഒരു പൊണ്ണു കിട്ടില്ല. കള്ള ഒഴിച്ച പാത്രത്തിൽ വെള്ളം കൊടുത്താൽ പിന്നെ പോകാൻ വരും. വേലക്ക് 100 രൂപ ഞാനാ പഠിച്ചത്. നേരെ പറഞ്ഞ നീ എന്നെ കൊണ്ട് വാങ്ങിച്ചേ. ഈ രണ്ടു കാര്യം പറഞ്ഞേ മുന്നിൽ 2 കാല് പിന്നാലെ കാലിട്ടാ പിന്നാലെ കാലിന് കഴിച്ച കൂടുതലായിട്ട് 4 കാലം വന്നേ. ഈ പൊന്നും മകാചാര്യങ്ങളെ വിളിച്ചുകൂടെ സാമ്പാറും കൂടി കഴിഞ്ഞു വന്നു. കമ്മിറ്റിക്കാരനെ അടിപൊളിയായിട്ടുള്ള പാട്ട് 10 വക പദാർത്ഥവും പായസത്തോടും 2 കാലം വന്ന പൊന്നും മകാചാര്യനെ വിളിക്കാനും കൊല്ലങ്കോട് പോത്തമ്പറത്ത് നമ്മളെ വിളിക്കുന്നായിരുന്നു. നാടകം പറഞ്ഞാൽ മനസ്സിലായില്ല. അറിയില്ലല്ലോ ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർക്ക് മനസ്സിൽ പിടിക്കുന്ന നാടകം. പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കാൻ പോണം. രണ്ടാളും അത് പറിച്ച കാര്യമില്ല. ഇവന് കണക്കറിയില്ലാതെ പറിച്ച് ഇവന് വേണ്ടിട്ട് ഒരു ടീച്ചറിന് വരുത്തിയിട്ടുണ്ട്. എനിക്ക് കണക്കറിയില്ല പറഞ്ഞ ടീച്ചറെ കൊണ്ടുവന്ന അതാണ് എന്റെ ദൈവഗുരുവാണ്. എന്താണ് എനിക്ക് കണക്കറിയില്ല പറഞ്ഞ ടീച്ചറെ കൊണ്ടുവന്ന സ്കൂളിൽ പഠിച്ചിട്ട് കണക്കറിയില്ല ടീച്ചർ വന്നാ ഞാൻ കണക്ക് പഠിക്കും. ടീച്ചർ എങ്ങനെ പഠിക്കും? ചണ്ണുള്ള ടീച്ചറാണ്. ടീച്ചർ വിളിക്കും. 3 കൂടി ഒക്കെ പെരുന്ന പേര് വരുന്നത്. എന്നെ മനസ്സിലല്ലേ ഞാൻ ആരാണ് കണ്ടോള് നല്ലോണം നോക്കാൻ കിട്ടാ. ഇതാണ്
അങ്ങോട്ട് നോക്കാൻ പറ അങ്ങോട്ട് നോക്കാൻ പറ. അല്ല ഉണ്ണി നിന്നെ പഠിക്കാൻ വന്ന ടീച്ചറാണ് നീ അങ്ങോട്ട് പോകാൻ പറയണേ. ടീച്ചറെ എന്റെ മോദി നോക്കിയത് പോട്ടെ. കുട്ടികൾ ഉമ്മർത്തിരിക്കുന്നത് അവരുടെ മുഖത്ത് മുട്ടി നോക്കണ്ടാട്ടോളെ. അവരുടെ പൊട്ടി വെരി വെക്കേണ്ടി വരും. എന്താണ് ടാർ പണിക്ക് വേണ്ടി ടാറിനുള്ളിൽ പോലെ പോലെ എന്നെ എന്തിനാ വിളിച്ചത്? കണക്ക് പഠിക്കാൻ. കണക്ക് വന്നില്ലേ? ആ കണക്ക് വന്നില്ലേ എനിക്ക് നല്ല മനോരമ 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 മംഗളം. അതെ നമ്മള് എത്ര ആള് പറഞ്ഞ്? നമ്മള് പറഞ്ഞയാള് 14 എത്ര പോയെന്ന് പറഞ്ഞ്? 2 പോയി. 2 പോയത്രേ. ആ 2 പോയ ഒന്ന് അങ്ങനെയൊക്കെ തപ്പിച്ചടഞ്ഞെത്തിയിട്ടുണ്ട്. ഇനി 1 പോയി നേരം പത്തിന് കൊണ്ട് എല്ലാവരും കൂടെ പോയി. 2 പോയി. അതെ 16 ആളിലെ 2 പോയ ബാക്കി 19 ഞാൻ പറഞ്ഞു. അതെയോ? തെറ്റി വന്ന് ടീച്ചർ പഠിച്ചു. വളരെ തെറ്റാണ്. അങ്ങനെയില്ല. 14 2 പോയി ബാക്കി എത്ര ഉണ്ടല്ലോ? ഒരു 20 മണ്ണും ഉണ്ട്. അതെന്താ കണക്ക്? നീ കൊള്ളിമുറ ആര്? അസത്ത് ഞാനാ അസത്ത് ടീച്ചറെ നോക്കുന്ന മൂണൊക്കെ തിരിച്ചു പിടിച്ചു. നീയേ ഉച്ച അച്ഛൻ കൂടണോ? ആ കുട്ടിയായിട്ട് പോയാലും നിങ്ങളുടെ പുറം കാലം നീരായിക്കോളൂ. ഞാനേ നിന്നെ കല്യാണം കഴിക്കേ ഇല്ലടോ. ആരുടെ? നിന്നെ കിട്ടേ ഇല്ല. എന്നെയാ ടീച്ചറെ ഇന്ന് നേരം വെളുത്ത 50,000 രൂപ വാടിയാണ്. അതെ അത് 1 ഉറുപ്പ്യ ഞാൻ വാങ്ങാണെന്ന് ഇവിടെ തരാം. ആളിനെ വിട്ടാൽ മതി. അതെ ഞാൻ കല്യാണം കഴിക്കുന്ന ആരും കഴിക്കറിയോ? ഞാൻ കൊട്ടുകാരെ കുറ്റാട്ടിനെ കഴിക്കുള്ളൂ. ഇയാളാവുമ്പോ നല്ല തീർച്ചയാണ്. നല്ല ഭാഗമാണ്. രമേട്ട വരുന്നേ. അന്ന് മാലയുണ്ട് വരുന്നേ. അവൻ ഈ മാല കൊണ്ട് പോയിട്ട് വല്ല ശവത്തന് കൊണ്ടുണ്ട്. ഞാൻ ചുടുകാട്ടിൽ പോയാലും നിന്നെ കെട്ടില്ല. ചുടുകാട്ടി പോയാലും ഞാൻ കെട്ടില്ല. അല്ല 5-ാം മുക്കാൽ കൊടുവായി മുഖം നോക്കടാ. ഇവിടെ വരി കണക്ക് പഠിപ്പിക്കാൻ വന്നാണ്. കണക്ക് പഠിപ്പിന്റെ കണക്ക് പഠിപ്പിന്റെ ഇടയിൽ കൂടെ കല്യാണം കഴിക്കാൻ വേണ്ടല്ലേ? എനിക്ക് പറഞ്ഞ കുട്ടി വരാനാ. കുട്ടി വരാനാ. എന്ത് ചെയ്യൂടാപ്പാ അമ്മ? 2 തള്ളമാരെടുത്ത് വരുന്നത് കുട്ടിയാണെങ്കിൽ വരാനായതല്ലേ? ഞങ്ങള് 16 ആണുങ്ങളല്ലേ? ഞങ്ങൾ എന്ത് ചെയ്യാണ്? 2 തള്ളമാര് വന്ന കയ്യാ കാലം പിടിച്ച് വെളിയിലായിക്കൂടെ? എനിക്ക് പറഞ്ഞു പെൺകുട്ടി അങ്ങനെയാണല്ലേ? ஐயா வாங்க ஒரு நாள் பார்த்து போலாமையா? ஐயா வாங்க ஒரு நாள் பார்த்து போலாமையா? ഓടിക്കാറല്ലേ പോ. അമ്മ പെങ്ങന്മാരുടെ വീട്ടിലും അമ്മ പെങ്ങന്മാരുടെ ഉമ്മർത്തോണ്ടിരുന്നിട്ട് ഞാൻ എന്റെ വായനോ 2 തരം വാക്ക് വരില്ല. അതൊക്കെ ഓരോ അംഗമാകും. இல்லையா കൂടെ எனக்கு தஞ்சாவூர் காரடையா നിന്നെ കണ്ടപ്പോ മനസ്സിലായി. നീ തഞ്ചാവൂരത്തിൽ വന്നു. അറിയാ നീ അന്നോ വേണ്ടി ഇവരോട് കാരണമുണ്ടേ. எல்லாமே எனக்கு தெரியும்படியாக ஆட்டப்பாட்டு சங்கீத வேலையை அமைச்சு இவர்கள் கொட்டுப்பாட்டு வெகுமதியெல்லாம் வாங்கி உத்தேசம் பண்ணிக்கிட்டு ஊருக்கு போன ഇഷ്ടപ്പെട്ടോ? അവളെന്താ പറഞ്ഞേ? അവിടെ ഇവിടെ ആട്ടമാട്ടിയെ കാട്ടി വേലച്ചിട്ട് തൊടി കൊണ്ട് വിട്ട് ഉള്ള വെള്ളച്ചോറ് വാരി തിന്നിട്ട് പോവാ. കാവത്തല്ല പോളക്കിഴങ്ങ് காமித்து ஊருக்கு போன அப்படியா? வந்தீனாலே ஆட தெரியுமா? பாட தெரியுமா? படிக்க தெரியுமா? படிக்க தெரியுன்ற மூணக்கட்டில் நாய் கிடைக்கும். പടുക്ക പറഞ്ഞ എനിക്കറിയും. പടുക്ക പറഞ്ഞത് നേരെ വേലിച്ചോട്ടി പോവുക. അപ്പുറം ഇപ്പുറം നോക്കുക. അവിടെ ആരുമില്ല പറഞ്ഞ പിന്നെ തൂങ്ങാൻ പറഞ്ഞില്ലേ? ബുധനാഴ്ച ഹിസാബിലോണാണ്. കെട്ടാൻ കാശില്ലെങ്കിൽ ആൾക്കാരൊക്കെ വീടിനുമ്പറത്ത് വരും. നേരെ കൊല്ലംകോട് വണ്ടി കയറുക. ഒരാപ്പ് വാങ്ങുക. വെള്ളമില്ലാട് കഴിക്കുക. 2 വാതിലും കൊട്ടി അടയ്ക്കുക. കെട്ടിയവന്റെ സാരി വരണം കൊടുക്കുക. മോന്താത്തിൽ ഒരു കൊടുക്കുക. കൊള്ളക്കോറിലിടുക. ചോറിന്റെ മുകളിൽ തന്നെ നോക്കുക. കുട്ടിക്ക് അറിയും പ്രകാരം അതല്ലേ ആടെ തരുമാ പാടെ തരുമാ ഇരുന്ന സിമ്രാ அப்படியே
ഇതൊന്നും എന്നെ ചെറുക്കി പിടിച്ചില്ല പോക്കളെ വലിയ പോക്കളല്ലേ അതേ പിടിച്ചു വിട്ടു സ്കൂളിൽ കൊണ്ടുപോകണം ആ കടക്കാടി പോലെ ഇരിക്കുന്നു ഇല്ല തുണ്ട എനിക്കിതാ പാടം നിന്റെ അപ്പന് കൊടുക്കും ചെറിയ പാട്ട കിട്ടി ആട്ടുംകാട്ട് വളക്കാൻ പറ്റില്ല വലിയ പാട്ടിയാകുമ്പോ ഒരു പാട്ടിക്ക് 30 ഉറുപ്പ്യ കിട്ടില്ല. ചെറിയ പാട്ട് പോട്ടും சங்கீதம் இன்னைக்கு நேசகாலம் கிடையாது. 2 பேரும் சேர்ந்து ஓரிக்கு நல்ல விடுதா செஞ்சு விடலாம். வழக்கு போட்டு பூவா பூவா കുട്ടിയോട് അമ്മ പങ്കമാരിക്കണം അത് അവിടെ നിൽക്കട്ടെ കുട്ടിയെ പിന്നീട് വഴക്ക് കൊടുക്കുക നേരെ എന്നാ വിളിച്ചു കുട്ടികളില്ലേ ഞാൻ തോന്നുന്നല്ലേ വിളക്ക് പോയിട്ട് വീട്ടിൽ പോവാ കൈ കൊണ്ട് എന്താണ് പിന്നെ വേറെ ഒന്നിനും പറ്റില്ല. ഇവനെന്തിനു പറ്റും? ഊണ് കഴിക്കാൻ പറ്റും. അവളെ കെട്ടിക്കാതെ കെട്ടിക്കൊടുത്തു ഊണ് കഴിക്കാൻ പറ്റും. 10 രൂപ കടം വാങ്ങാൻ പറ്റും. തിരിച്ചു കൊടുക്കാൻ പറ്റും. തല്ലുമ്പോ കടന്നേ പറ്റും. ഇതുപോലെ 10 ആൾ നമ്മൾക്ക് വേണമെങ്കിൽ വന്നെ രാജാവ് കൃത്യം 7:45 ഊണ് കഴിക്കാൻ പോയി. ആ വീട്ടിൽ ഊണ് കഴിച്ചാ നേരെ റോഡിൽ കൂടി അങ്ങോട്ട് ഇറങ്ങിയ ആ കൊയ്ത കണ്ടത്തിൽ പോയി കുറഞ്ഞ ഇരുന്നാ കൊയ്ത മണ്ടി ഇറങ്ങി കണ്ടതിന് വെള്ളത്തിന്റെ ഇടയിൽ പോയിട്ട് നീ കൈ കൊണ്ട് എന്താ ചെയ്യേണ്ടത്?
അധികാരിയല്ല വില്ലേജ് ഓഫീസർ. മാനം മാണെങ്കിൽ തന്നെ രാജാ. ഓ ശരി ഏട്ടാ, വേറൊരു കാര്യണ്ട്. ഈ വെച്ച വിളക്കറിയേ നുണ പറയണേ, ചെറിയ ചെറിയ നുണ പറ. എന്താണ് ഇരിക്കുന്ന അമ്മമാര്, ഏട്ടന്മാര്, അനിയൻ, ജ്യേഷ്ഠന്മാര്, മനസ്സിലല്ലേ? ആ ഉച്ചമാകളി അമ്മ പറഞ്ഞാൽ വടിഞ്ഞു പോന്നാൽ നിറഞ്ഞു പോണ സ്ഥലമാണ്. മനസ്സിലെ നുണ പറയുമ്പോ ആലോചിച്ച് പറ. ഇത് വെച്ചതാ കെട്ടു തൂക്കിയതാ? അങ്ങനെയല്ല പറയണത്. നമ്മളൊരു സഭയില് പറയുമ്പോ നമ്മള് വെച്ചതും കെട്ടി തൂക്കിയപ്പോ ഒന്ന് തന്നെ. ആരാടാ പൊന്നിക്കുന്നത്? എല്ലാം ഒന്ന് തന്നെ. അപ്പൊ വിളക്ക് തൊഴുതാൻ പോവല്ലേ? വിളക്ക് തൊഴുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു തരുമ്പോ നിങ്ങളത് കേട്ട് മനസ്സിലാക്കണം. അതുപോലെ പറയണം അമ്മേട്ടെ. ശരി, ആയിക്കോട്ടെ. ദേവി എന്റെ അമ്മേ. അവര് രണ്ടാളും ഇവിടെ ഇല്ല. പടിഞ്ഞാട് ചോളം പണിക്ക് പോയി. ദേവി അമ്മയും അതല്ലാതെ ദേവി എന്റെ അമ്മ. അങ്ങനെ പറയാം. നമ്മള് 16 കളിക്കാർക്കും 16 നേരം വെളുക്കണവരെ കയ്യും കാലും മടങ്ങാതെ മുടങ്ങാതെ പിത്തന്നേരി പിടിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഞാൻ തടി വെച്ചോന്ന്. തടി വെച്ച അയ്യേ ഇല്ലല്ലേ? അപ്പൊ മുടങ്ങാതെ ആദ്യരക്ഷയ്ക്കുള്ള കാരണം വന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവങ്ങളെ, എന്തുണ്ടെങ്കിലും കള്ള പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്താണ് കരിപ്പോടെ ഇലക്ഷൻ നടക്കണ്ട? ആരാണ് ഇവിടെ ഇലക്ഷൻ നടക്കണ്ട? അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ തോന്നുന്നല്ലോ എന്തിനാ പാടാതെ പഠിക്കുന്നത്? എന്റെ അമ്മ തമ്പുരാട്ടി തായേ, എന്റെ കൊച്ചുമകളി കളിക്കാര് 17 സമയമുണ്ട്. എന്റെ അമ്മ തമ്പുരാട്ടി തായ കൊച്ചുമകളി ഇരിക്കുന്ന അമ്മമാരുടെയും ഇരിക്കുന്ന ഏട്ടന്മാരുടെയും അമ്മ അച്ഛനമ്മ ചേട്ടന്മാരുടെയും എല്ലാവരുടെ അനുഭവത്തോടു കൂടി എന്തൊക്കെയോ ഞങ്ങൾ കാട്ടിക്കൂട്ടുന്നു. നന്നാകണം, നിങ്ങളുടെ പ്രാർത്ഥന വേണം, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അടിപൊളിയാക്കിട്ടാ പൂള് പറഞ്ഞിട്ട് പോയി സന്തോഷം. പോവാ ഞങ്ങൾക്ക് എല്ലാത്തിനും പറ്റിയ ആൾക്കാരല്ലേ, അതുകൊണ്ടൊന്നുമല്ല. അയാള് വന്നാലാണ് ഈ സഭയിലെ കാര്യങ്ങളാകും. എന്താന്ന് ഈ ലോകമര്യാദ പറയുന്നത് അറിയില്ലേ? ലോകമര്യാദ അറിയില്ലേ? ഒരു എട്ടുന്ന മര്യാദ നിങ്ങൾ ചെയ്യുമോ? ഒരു കെട്ടുന്ന സമയം ഞാൻ ചെയ്യും. അത് ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്യാട്ടോ. മാമൻ ചെയ്യുമോ? അതൊരു കാര്യം ഇരിക്കട്ടെ. ഈ അമ്പലിയാറ്റിനെ ഒന്ന് വിളിച്ചു കാണിച്ചായിരുന്നു. നിങ്ങളുടെ ലോകമര്യാദയില്ലേ? നിങ്ങളുടെ അവിടെ വന്നത് കൊണ്ട് ഒരു എത്തുന്ന മര്യാദ നിങ്ങൾ മൂന്നും കൂടി ഒരു കാവപ്പാട് തോട്ടം വിളിക്കുമ്പോൾ സംഭവിച്ചാ എങ്ങനെ വിളിക്കാനാ പറയണേ? അതിന് കാര്യമില്ല. എന്താണ് ഞങ്ങളുടെ കിടപ്പ് മുഴുക്ക പഴഞ്ഞറിയത്താണ്. ഞങ്ങൾ കൊണ്ടാണ് അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വിളിച്ചാൽ വിളി വരില്ല. എന്ത് സംഭവിച്ചാ ഞങ്ങൾ പണിയിടും. ഈ വലയും വേണ്ടി ഞങ്ങൾ പാടും. ഇങ്ങനെയൊന്നും വിളിച്ച അയാളെ വിളിച്ചു പറ്റുന്നെങ്കിലേ ഒരു 10-20 പൈസ പെമ്പിള്ളേര് നീട്ടി വിളിക്കുമ്പോൾ നീട്ടി വിളിക്കുന്നത്. അയാളെ ഒരു 10-20 വയസ്സായ കുട്ടികൾ നീട്ടി വിളിക്കുമ്പോൾ 10-20 വയസ്സായ കുട്ടികൾ നീട്ടി വിളിക്കുമ്പോൾ കുറെ കാലം മുന്നൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. കുറെ കാലം മുന്നേ വിളിച്ചിട്ടായിരുന്നു. അത് ശരി. അതിപ്പോ വയസ്സുമ്പോഴായതുകൊണ്ട് എന്റെ മക്കൾ ഞങ്ങളെ കൂടെ ആവശ്യമായിട്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് വിളിച്ചത് നിങ്ങൾ വരുത്തും. അതെ, ഞങ്ങൾ നിങ്ങളുടെ ബാഗിലുണ്ടാവും. വെള്ളം കൊണ്ട് ആയില്ലെങ്കിൽ അവളെ കൊണ്ട് വിളിക്കാൻ നിങ്ങൾ എന്റെ കേട്ടത്. എന്റെ രാജ്യം എവിടെയാണെന്ന് അറിയോ? അത് അവിടെ തന്നെ. അവിടെ തന്നെ പറഞ്ഞ അവിടെ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ട് കാണില്ലേ? ഇല്ല. ആര് മരുന്നിന് അപ്പുറത്ത് കുറെ ഏട്ടന്മാർ നിൽക്കണില്ലേ? അവർ നിങ്ങളുടെ മാറ്റിട്ട് എവിടെ കൂടെ നോക്കിയതാ.
പോയി നോക്ക് അയാരന്മാരുടെ അവിടെ നിറയെ ആട്ടന്മാരുകളുടെ അവരുടെ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് അവരുടെ കടയിൽ കൂടെ നോക്കിയാ നാളെ എന്നെ എവിടെ കാണും പാലക്കാട് മോർച്ചറി കാണും രാജ്യം എവിടെയാണെന്നറിയോ എവിടെ കൂടി പാട പഠിച്ചിട്ട് പറഞ്ഞു അവിടെ എവിടെന്നറിയോ ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പാട വഴിക്ക് ആശാന്റെ പല്ല് പോയിട്ടില്ല ആശാന്റെ ഒരു പല്ല് പോയിട്ടില്ല ബാക്കിയൊക്കെ മൺകോൽസ് പോലെയായിരിക്കും അങ്ങോട്ട് ഒരു വില ഇങ്ങോട്ട് ഒരു വില എന്താണ് കള്ള് ചൂടടിക്കുന്നത് എന്താണ് നടക്കൊരു ഓട്ട കാണുന്നത് കള്ള് അടിച്ചു കുടിച്ച് ഓട്ടയാ കള്ള് അടിച്ചു കൊടുത്തിട്ട് ഓട്ടയാകില്ല അച്ഛന് കിട്ടിയിട്ട് കടിച്ചു കരിച്ചിട്ട് പിള്ളേരെ വിടറാ മൂലം കയറി അവര് വന്ന അവർക്ക് വെറ്റില കൊടുത്ത അടക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് കൂത്താൻ പറ എന്റെ മകന്റെ ചന്തക്കാരാ സമൂഹം മകനെ എന്റെ മകന്റെ പൂജി എന്നടാ ഉണ്ടിയേ ചന്തം എന്റെ ഉണ്ടിയേ എന്റെ മുഖത്ത് കണ്ണടിക്കാൻ വേണ്ടി നീ എന്റെ കണ്ണെ കൊണ്ട് എന്നെ കൂടെ കണ്ണാക്ക എല്ലാവരും കണ്ണാക്കുന്നുണ്ട് നാട്ടിലുള്ള പെൺകുട്ടി കിടക്കുന്നര കളിക്ക് പോയി പച്ചമവ തന്നിട്ടവൻ കൂറിക്കൂട്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അസംബന്ധമായ വാക്കൊന്ന് ഉച്ചരിക്കാൻ പാടില്ല ഇവിടെ പാടാ ഇവിടെ പാടാ ഇവിടെ വാ ആ കുട്ടി എങ്ങനെ പാട്ട് പാടി നീ എങ്ങനെ പാട്ട് പാടുന്നു ആ കുട്ടി എങ്ങനെ പാട്ട് പാടി നീ എങ്ങനെ പാട്ട് പാടി ഏറെ കേരള കളപ്പട്ടി നാട്ടിലുള്ള അതെ ചോപ്പൻകുട്ടി അതെ വേറെ നാൾ പറയട്ടെ എന്നെ കൊണ്ട് പറയാൻ മനസ്സിൽ മുട്ടി പറഞ്ഞു ആ കുട്ടി കൊണ്ട് പറഞ്ഞു ഞാനിത് പറഞ്ഞു നീ ഒന്ന് പറഞ്ഞു ഏറെ കേരള കേട്ട കളപ്പട്ടി നാട്ടിലുള്ള ചോപ്പൻകുട്ടി ആ കിഴക്കന്തേനെ കളിക്ക് പോയി പച്ചമാവ് തിന്നിട്ടവൻ തൂറിക്കൂട്ടി കുട്ടി പറഞ്ഞ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയല്ല പറയുന്നത് തൂറിക്കൂട്ടിട്ടല്ലേ ഞാൻ പിടിച്ചു തന്നെ എന്നെ പിടുത്തം വിടുവോ നോക്കട്ടെ കുട്ടിയമ്മനെ നിന്റെ എണ്ണപ്പെടുന്നേ അല്ല 5-6 കൊന്ന്
നിർത്തിവെക്കണുണ്ടോ? നിന്റെ ഭാര്യ ഇവിടെ വന്നാൽ ഞാൻ നിർത്തി വെക്കണം. അതെ, അതെന്റെ സൗകര്യം പോലെ വെച്ചു. ഇവിടെ പണ്ടെങ്കിൽ നിർത്തി അയാൾ കെട്ടി എന്റെ കഴുത്ത് അങ്ങനെയല്ലേ അരിയിട്ട് വാഴ്ക്കട്ടെന്ന് അവന്റെ അരിരൂപക്കണത്. ആ ഭൂമി പോലെ ഒരേ കലം കൊണ്ട് ഞാൻ ധാരണ്ടല്ലാര് അനൂപ് 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 ക്ലാസേരി ക്ലാസേരി അനൂപ് ക്ലാസേരി പേര് കൊടുത്ത 20 രൂപ വീടം കൂടെ വാങ്ങാൻ